ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 13 അന്ന് നാഗപഞ്ചമിയായിട്ടാണ് ഭാരതീയർ ആചരിക്കുന്നത്. നാഗദേവതകളെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. കൺകണ്ട ദേവതകളാണ് നാഗങ്ങൾ. ഭൂമിയുടെ അവകാശികളാണ്. സമ്പത്ത് പ്രദാനം ചെയ്യുന്നവരാണ്. സന്തതികളുടെ സംരക്ഷകരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനമായും വേണ്ടത് ആഹാരം, കിടപ്പാടം, സന്തതികൾ, സമ്പത്ത്. ഇവയെല്ലാം സംരക്ഷിക്കുന്ന ദേവതകളാണ്, കൺകണ്ട ദേവതകളാണ് നാഗദൈവങ്ങൾ. നാഗദേവതകൾ കോപിച്ചാൽ കുടുംബം മുടിയും, കുലം നശിക്കും എന്നാണ് പറയുന്നത്. കാവുകളെയും കുളങ്ങളെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് പണ്ട് മുതലേ പ്രത്യേകിച്ച് ഭാരതീയർ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളാണ്. മഹാവിഷ്ണുവായിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ, വിഘ്നേശ്വരനായിക്കോട്ടെ, ഇവരെല്ലാം നമ്മുടെ മനസ്സിൽ കണ്ട് ആരാധിക്കുന്നു എന്നുള്ളതല്ലാതെ സാധാരണ മനുഷ്യർക്കൊന്നും തന്നെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ടുള്ള നാഗദേവതകളെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺകൊണ്ട് കാണാറുണ്ട്. പണ്ടുള്ള ആളുകൾ പറയും, കാവിൽ വിളക്ക് തെളിയിച്ചാൽ കുടുംബത്ത് പട്ടിണി ഉണ്ടാകില്ല, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും എന്ന് പറയും. സത്യമാണ്, അനുഭവസ്ഥയാണ് പറയുന്നത്. കൃത്യമായി കാവിൽ വിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്നാൽ, അവർക്ക് അന്ത്യത്തിരി കത്തിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ അടുക്കളയിൽ ഒരു പിടി വറ്റെങ്കിലും ഉണ്ടാകും. ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു വാക്ക് ആ കുടുംബത്തിലുണ്ടാവുകയില്ല. എന്നാൽ അവർ പിണങ്ങിയാൽ രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങൾക്ക് ദോഷങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ കാണാറുണ്ട്. അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല. അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും ഈ കാവുകളും കുളങ്ങളുമൊക്കെ വെട്ടി നശിപ്പിക്കാറുണ്ട്. എൻ്റെ എന്നുള്ള ഒരു ബോധത്തോടു കൂടി, ഒരു അഹങ്കാരത്തോടു കൂടി മനുഷ്യൻ പ്രവർത്തിക്കുന്നതും പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെൻ്റെയാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, ഇപ്പോൾ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ വൈകുന്നേരം കത്തിക്കും, ചിലപ്പോൾ കത്തിക്കാതിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചില അഹങ്കാരങ്ങൾ. അതുപോലെ ക്ഷേത്രങ്ങളിലെ ആണെങ്കിൽ, നാഗദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളിലെ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാതെ അപഹരിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യർ, അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കൂലി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 2025 ഓഗസ്റ്റ് മാസം 13 നിങ്ങളെല്ലാവരും തന്നെ നാഗദേവതകളെ പ്രാർത്ഥിക്കണം. നാഗദേവതകൾക്ക് പാലുകൊണ്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കണം. നാഗപഞ്ചമി ദിവസം അതാണ് ഏറ്റവും പ്രത്യേകമായി നമ്മൾ ചെയ്യാനുള്ളത്, പാലുകൊണ്ടുള്ള വഴിപാടുകൾ. അത് അഭിഷേകമായിട്ട് ചെയ്യാം, അതല്ല മറ്റ് പാൽപ്പായസം, അങ്ങനെയുള്ള ചില വഴിപാടുകൾ ഇപ്പോൾ മണ്ണാർശാല പോലെയുള്ള ക്ഷേത്രങ്ങളിലുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ കഴിപ്പിക്കുന്ന നൂറും പാലും അത് ചെയ്താലും മതി. മഞ്ഞപ്പൊടി അത് നമുക്ക് മേടിച്ചു കൊടുക്കാം, വിഷഹാരിയാണ് മഞ്ഞപ്പൊടി. ദോഷങ്ങൾ അധികമായുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. നാഗദേവതകൾക്ക് അധിക ദോഷമുള്ള ആളുകളാണെങ്കിൽ, അതായത് വിഷങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർ, വിഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തികൾ, പ്രശ്നങ്ങൾ, എപ്പോഴും ഒരു ഭയം, ഒരു സ്വസ്ഥതയില്ലായ്മ, ഇങ്ങനെയുള്ള ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ തന്നെ മറ്റുള്ളവരുടെ കണ്ണുദോഷം, നാവുദോഷം, അതൊക്കെ ഒരു വിഷമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ എല്ലാ ഞായറാഴ്ചയും
വ്രതമെടുത്തിട്ട്, അതായത് അന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചാൽ മതി, അങ്ങനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് മഞ്ഞപ്പൊടി നാഗദേവതകൾക്ക് സമർപ്പിക്കുന്നത് വലിയ ഒരു ആശ്വാസമാണ്. പെട്ടെന്ന് തന്നെ ഭഗവാൻ അതിന് ഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റേത് ദേവതകളോട് കളിച്ചാലും നാഗങ്ങളോട് കളിക്കാൻ നിൽക്കരുത്. ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങൾക്ക് നാഗക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും നാഗദേവതാ പ്രതിഷ്ഠകൾ കാണും. അവിടെ നാഗദേവതകൾക്കായി ഒരു കവറ് പശുവിൻ്റെ പാലെങ്കിലും മേടിച്ചു കൊണ്ട് കൊടുത്തിട്ട്, 30 രൂപയ്ക്ക് താഴെയല്ലേ വരികയുള്ളൂ, ഒന്ന് മേടിച്ചു കൊടുത്തിട്ട് ഒന്ന് അഭിഷേകം ചെയ്യാനായി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.